ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ബെലേറോ ജാക്കറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ കുർത്തിയുടെ മുകളിലായിട്ട് ഇടുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇവിടം വരെ അതിന് ലെങ്ത് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ആം ഹോൾ മറിഞ്ഞ് താഴെ വരെ കിടക്കുന്ന ഒരു ലെങ്ത്തിനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്ലീവ്സ് ഇല്ലാത്ത ഒരു കുർത്തിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഒരു ഹോള് പോലെ ഇതുപോലെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ അത് രണ്ടും മറിഞ്ഞു കിടക്കാൻ ഉള്ള ഒരു രീതിയിലാണ് നമ്മളിതിന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഞാനൊരു നെറ്റ് ഫാബ്രിക് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ അളവെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് കുർത്തിക്കാണോ നമ്മൾ ഇത് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കുർത്തിയുടെ അളവാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ആം ഹോൾ വെക്കുന്നത് 6 ആണ്. ഇപ്പം ഇത് റെഡിമെയ്ഡ് കുർത്തിയാണ്. ഇതിന്റെ ആം ഹോൾ എന്ന് പറഞ്ഞാൽ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 6 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജാക്കറ്റ് ഇവിടെ വരെ വന്ന് നിൽക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഇറക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഏത് കുർത്തിയാണോ ഇടുന്നത് ആ കുർത്തിയുടെ കറക്റ്റ് അളവിന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ കുർത്തിയുടെ അളവെടുക്കാം. അപ്പോൾ കുർത്തിയുടെ ബാക്ക് സൈഡാണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുർത്തിയുടെ ബാക്ക് സൈഡ് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് മടക്കി ചാർട്ട് പേപ്പറിൽ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് നമ്മൾ 2.2 ആണ് എടുക്കുന്നത്. ഒരുപാട് വീതിയുള്ള നെക്കല്ല നമ്മൾ എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ. ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്യുന്നതേ ഇല്ല. നമുക്ക് ഫ്രണ്ട് മാത്രം കട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ നെക്ക് നല്ല വൈഡ് അല്ല ചെയ്യുന്നത്. കഴുത്തിലേക്ക് ചേരുന്ന ഒരു മോഡലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ കുറച്ച് വീതി വേണം. ഷോൾഡർ ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് 5.5 ആണ്. ഫസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തിയത് കുറച്ച് വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതി കാണിക്കുന്ന അളവ് മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് എടുത്താൽ മതി. അടുത്ത നമുക്ക് എടുക്കാനുള്ളത് ആം ഹോളാണ്. ഈ കുർത്തിയുടെ ആം ഹോൾ എടുത്തിരിക്കുന്നത് അവർ 8 ആണ്. ഇപ്പം നമുക്ക് അത്രയും വേണ്ട, നമുക്ക് അതിലും കുറച്ച് ആം ഹോൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 6 നമുക്ക് അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ആം ഹോൾ 6 അടയാളപ്പെടുത്തി കൊടുക്കാം. അങ്ങനെ നമ്മൾ 6ൻ്റെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മേളിൽ നിന്ന് താഴേക്ക് നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അളവ് എടുക്കാം. ചെസ്റ്റ് അളവ് നമ്മൾ ആം ഹോളിന് നേരെ തന്നെ പിടിച്ച് വേണം അടയാളപ്പെടുത്താനായിട്ട്. ഇവിടെ ഞാൻ കൊടുക്കുന്നത് 9 ആണ്. അപ്പോൾ 1.5 ഇഞ്ച് സീം എലവൻസ് കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് 10.5 നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതാ ഇവിടെ 10.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് താഴേക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. ആം ഹോളിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിവിടെ 9 ആണ് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ഇഞ്ച് സീം എലവൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിടാം. നമ്മൾ സൈഡ് വശം ഇങ്ങനെ അടിച്ചാണ് എടുക്കുന്നത്. നെറ്റ് ക്ലോത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് സീം എലവൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിടാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ കർവ് 1.5 കൊടുക്കാം. ഇവിടെ 1.5 കൊടുത്തിട്ട് നമുക്കിങ്ങനെ കർവ് ചെയ്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ലെങ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 9.5 ആണ്. അപ്പോൾ 9.5ൻ്റെ അവിടെ തന്നെ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൂടെ കൊടുക്കുകയാണ് ഞാൻ ഷോൾഡറിന്. അപ്പോൾ ഇതുപോലെ നമുക്ക് 1/2 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആം ഹോൾ ആകുന്നത് 5.5 ആണ്. ആം ഹോൾ നമ്മൾ 6 ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് 5.5 വരും. അത് കൃത്യമാണ് ഇതിന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടി നിങ്ങൾ എപ്പോഴും അടയാളപ്പെടുത്തുക. കാരണം നമ്മളിങ്ങനെ സ്ലോപ്പ് കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് പോകുന്നത് കൊണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്ക് പീസിന് ഞാൻ തീരെ ഇറക്കം കൊടുക്കുന്നില്ല. ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ അവിടെ അങ്ങനെ ഒരു മോഡലാണിത്. അതുകൊണ്ട് ഒട്ടും ഇറക്കം കൊടുക്കാതെ നമ്മൾ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പീസിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്ക് പീസ് വെച്ചുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ പകർത്തി അടയാളപ്പെടുത്താം. അതിനുശേഷം നമ്മൾ ബാക്ക് പീസിൽ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്ത പോലെ തന്നെ ഫ്രണ്ട് പീസിൽ നമ്മൾ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുകയാണ്. ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് നെക്കിൻ്റെ അവിടെ മുതൽ കൊടുക്കാം. പിന്നീട് നമുക്ക് ആം ഹോളാണ്. ആം ഹോൾ ഞാൻ ഒന്നുകൂടൊന്ന് വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയാണ്. കാരണം നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. ഫ്രണ്ട് പീസ് മാത്രം ഒരല്പം ഒന്ന് കുഴിച്ചാൽ മതി. ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് നമുക്ക് കുഴിച്ചൊന്ന് അടയാളപ്പെടുത്താം. കാരണം കുറച്ചൊന്ന് ഇങ്ങനെ ബെൻഡായിട്ടിരിക്കാൻ നല്ലതായിരിക്കും ഫ്രണ്ട് പാർട്ട് നമ്മൾ കുഴിച്ചൊന്ന് അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഇവിടെ ഷേപ്പ് കൊടുക്കാം. ഈ നെക്കിൻ്റെ ഈ പാർട്ടില്ലേ അവിടെ മുതൽ ഒരു പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് എത്രയാണോ ആ ലെങ്ത്ത് നമ്മളെടുത്തത് അവിടുന്നേക്ക് നമ്മൾ ഇതുപോലെ ആർച്ച് പോലെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരുടെയും സൈസ് അനുസരിച്ച് നമ്മളിതിങ്ങനെ വരച്ചു കൊടുക്കുന്നതെന്ന് മാത്രം. കുറച്ച് നല്ല കർവായിട്ട് നെക്കിൻ്റെ അവിടെ മുതൽ താഴെ വരെ ഒന്ന് അടയാളപ്പെടുത്തിയെടുത്താൽ മതി. മേൽ ഭാഗത്ത് നമുക്ക് കുറച്ച് കർവായിട്ടിരിക്കണം. കാരണം നമുക്ക് നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ചേർന്നിരിക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ പെൻസിൽ ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തുടച്ചിട്ട് വീണ്ടും നമുക്ക് എത്രയാണോ പെർഫെക്റ്റ് ആകുന്ന ആ സമയം വരെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തത് കുർത്തിയിലേക്കൊന്ന് വെച്ച് നോക്കാം എത്രത്തോളം കറക്റ്റ് ആണെന്ന്. ഇതുപോലെ ഏകദേശം വരണം. അപ്പോൾ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് തുണിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. മേൽഭാഗം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ തൊട്ട് താഴെയായിട്ട് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ജാക്കറ്റ് തയ്ക്കാനായിട്ട് ഇവിടെ ഞാൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 1 മീറ്റർ ഫാബ്രിക്കാണ് നമുക്ക് ആവശ്യം. നെറ്റിൻ്റെ ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു വശം ഇതുപോലെ മടക്കി കൊടുക്കാം. 1 മീറ്റർ ഫാബ്രിക് ധാരാളം മതിയാവും, കാരണം നമുക്ക് അധികം ലെങ്ത്ത് വേണ്ട ജാക്കറ്റിന്. അതുകൊണ്ട് 3/4 സ്ലീവ്സ് വെച്ച് തയ്ക്കാനായിട്ട് 1 മീറ്റർ തന്നെ നമുക്ക് മതിയാവും. പിന്നെ നമുക്കിത് ഒരു വശത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് പിൻ കുത്തി കൊടുക്കണം. പിൻ കുത്തിയിട്ട് നമുക്കിത് ഫ്രണ്ടും ബാക്കും നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് ഇതുപോലെ നമ്മൾ ആ പേപ്പർ വെച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. തയ്യൽ തുമ്പൊന്നും കൊടുക്കണ്ട, നമ്മളെല്ലാം കൊടുത്ത് തന്നെയാണ് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അത് ചാർട്ട് പേപ്പറിലല്ല, നേരിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ്സിനുള്ളത് അടയാളപ്പെടുത്താം. സ്ലീവ്സ് ഞാനിവിടെ എടുക്കുന്നത് 16 ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആം ഹോളിൻ്റെയും കൂടെ ഒന്ന് അളന്ന് നോക്കാം എത്രയാണ് വേണ്ടതെന്ന്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ 9 നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിവിടെ 9 അടയാളപ്പെടുത്തി കൊടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് ഒരു 8.5 മതി. ആ ഭാഗത്തേക്ക് നമുക്കിത് അടയാളപ്പെടുത്താം. അവിടെ നിന്ന് നമുക്ക് ഒരു 3 ഇങ്ങോട്ട് ഇറക്കിയെടുക്കാം. 3 എടുത്തു. ഇവിടെ നമുക്ക് മുകളിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. കണ്ട ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് 9 കിട്ടും. അതുകൊണ്ടാണ് 8.5 ഞാൻ അടയാളപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാഫ് എടുക്കാം. 4.5 ആണ്. അവിടെ നമുക്ക് ഇങ്ങനെ ചെറിയൊരു കർവ് കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്ക് അല്പം ഒന്ന് കുഴിച്ചെടുക്കണം, കാരണം നമുക്ക് ആം ഹോൾ കുഴിച്ചെടുത്തിട്ടുണ്ടല്ലോ. സ്ലീവ്സിൻ്റെ ഇവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ 6.5 നമുക്ക് അടയാളപ്പെടുത്താം. നമുക്ക് കുറച്ച് തയ്യൽ തുമ്പോട് ഇട്ട്, ഇതെല്ലാവരും തയ്യൽ തുമ്പ് ഇടാൻ മറക്കുന്നെന്ന് പറയുന്നു, പക്ഷേ തയ്യൽ തുമ്പ് ഇടാതെ പറ്റില്ല. നമുക്ക് വേറെ എളുപ്പ വഴിയൊന്നുമില്ല. നമുക്ക് തയ്യൽ തുമ്പിട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരുപോലെ തന്നെ കട്ട് ചെയ്യാം. പിന്നീട് നമുക്ക് ഫ്രണ്ട് പാർട്ട് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് അളവെടുത്ത് നോക്കാം. കറക്റ്റ് 9 ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം 9 നമുക്ക് ഇവിടെ വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഹാഫാണ് 4ന്റെ ഹാഫ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. ഇവിടുന്ന് നമുക്ക് കുറച്ച് കുഴിച്ചു ഇങ്ങനെ എടുക്കാം. കുറച്ച് മാത്രം കുഴിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ 2 പീസ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തെയാണ്. ഇത് നമുക്കിങ്ങനെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പീസുകളെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അരികുവശം തയ്ക്കാനായിട്ട് നമുക്കൊരു ഫാബ്രിക് എടുക്കാം. ഇത് ഏകദേശം ഒരു കളറോ പോലെ തന്നെയാണ്, പക്ഷേ ഈ വീഡിയോയിൽ ഇച്ചിരി വ്യത്യാസമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പം ഇതിന്റെ ക്രോസ് കട്ട് ചെയ്താണ് നമ്മളിത് എടുക്കേണ്ടത്. നമുക്കിത് ക്രോസ് കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് വെച്ചാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് വീതി ഇട്ട് ചെയ്യുക, കാരണം നമുക്ക് ഇത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും തുണി കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ക്രോസ് കട്ട് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയിൽ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 നമുക്ക് കാണാം. അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.